മക്കളെ, നിങ്ങൾ എല്ലാവരും പഠിക്കാതെ ഒഴിവാക്കി വിടുന്ന ഒരു ഭാഗമാണ് കലണ്ടർ ബേസ്ഡ് പ്രോബ്ലം. അതായത് നമ്മളുടെ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കലണ്ടറിൽ തുക എങ്ങനെയാ കാണുക, കലണ്ടറിൽ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സമ്മ എങ്ങനെയാ കാണുക, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ച് ഒഴിവാക്കി വിടാറുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺ എക്സാമിന്, നിങ്ങളുടെ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ആദ്യം എങ്ങനെയാ സമ്മ് കാണാന്നുള്ളത് പറയണോ അല്ലെ? അപ്പൊ നോക്ക്, ഇവിടെ ഒരു കലണ്ടർ മിസ് തന്നിട്ടുണ്ട്, ഒക്ടോബർ മാസത്തെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്ക്, മിസ് ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലൊരു 4 നമ്പേഴ്സ് ഉള്ള സ്ക്വയർ അടയാളപ്പെടുത്താൻ പോവാ. 4 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ അടയാളപ്പെടുത്തി. ദെൻ നിങ്ങളോട് പറയും ഈ സ്ക്വയറിലുള്ള നമ്പേഴ്സിന്റെ സമ്മ് എത്രയാണ്, തുക എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? 3 + 4 + 10 + 11 ചെയ്താൽ കിട്ടൂലേ? പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് പാടില്ല. അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നാല് സംഖ്യകളുള്ള 4 നമ്പേഴ്സ് ഉള്ള സ്ക്വയർ അടയാളപ്പെടുത്തിയാൽ അതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? ദ സം ഈസ് ഈക്വൽ ടു 4 × x + 4 ആണ്. ഓക്കെ, അതായത് എന്താണ്? തുക സമം 4 × x + 4 എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്ക് 3, 4, 10, 11 അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഏതാ എക്സ്? അതിന് എക്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ എക്സ് ആരാന്ന് വെച്ചാൽ ഇയാളില്ലേ ആദ്യത്തെ നമ്പർ, ഇയാളാണ് എക്സ്. ഈ ഒരു സ്ക്വയറിന്റെ ആദ്യത്തെ നമ്പർ ആണ് എക്സ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ 4 × x + 4 എക്സിന് പകരം മിസ് 3 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? 4 × 3 + 4 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 4 × 7, അതായത് എത്രയാ? 28 ആയിരിക്കും. നിങ്ങൾ ഇതൊന്ന് കൂട്ടി നോക്കിയേ, 28 നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? കലണ്ടറിലെ സമ്മ് കാണുക. ഓക്കെ, ഈ കലണ്ടറിനെ എങ്ങനെയാണ് ബീജഗണിത രൂപത്തിലേക്ക് എഴുതാന്നറിയോ? നോക്കിയേ, ഇവനല്ലേ എക്സ്, ആദ്യത്തെ നമ്പർ ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സിന്റെ താഴെയുള്ള നമ്പർ എന്തായിരിക്കും? ഇവിടെ നോക്ക്, ഇവിടെ 3ന്റെ താഴെയുള്ള എന്താണ്? 10 ആണ് അല്ലേ? 3നോട് എത്ര കൂട്ടിയാലാ 10 കിട്ടുക? 7 കൂട്ടിയാലല്ലേ? നോക്ക്, 10ന്റെ താഴെയുള്ള നമ്പർ എന്താണ്? 17 ആണ്. 10നോട് 7 കൂട്ടിയാലല്ലേ 17. 17ന്റെ താഴെയുള്ളത് 24. 17നോട് 7 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 24 കിട്ടുക. അപ്പൊ എന്താണ്? ഏതൊരു കലണ്ടറിലും താഴേക്കുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 7 കൂട്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സിന്റെ താഴെയുള്ള നമ്പർ x + 7 ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോവാണെങ്കിലോ 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5, 11 കഴിഞ്ഞാൽ 12, 12 കഴിഞ്ഞാൽ 13, 1 കൂട്ടി വരികയല്ലേ? അപ്പൊ എന്താണ്? x + 1 ആയിരിക്കും. x + 7 എന്ന് പറയുമ്പോൾ എന്താണ്? x + 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ x + 8. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കലണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ബീജഗണിത രൂപത്തിൽ ഓൾജിബ്രായിക് ഫോമിൽ എഴുതുക. ഓക്കെ, അങ്ങനെ ഇതായിരിക്കും നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ സമ്മ് കാണുക. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി 9 നമ്പേഴ്സ് ഉള്ള അടയാളപ്പെടുത്തിയാലോ? നോക്കിയടാ, 9 നമ്പേഴ്സ് ഉള്ള, ഇവിടെ 9 ആവില്ല അല്ലേ? യെസ്, ഈ 9 നമ്പേഴ്സിനെ മിസ് എന്ത് ചെയ്തു? അടയാളപ്പെടുത്താൻ പോവാണ്. ഈ 9 നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് 4 നമ്പേഴ്സിന്റെ കാണാനല്ലേ പറഞ്ഞത്? 9 നമ്പേഴ്സിലെ സ്ക്വയറിന്റെ സമ്മ് കാണാൻ എന്താ ചെയ്യുക? 9 നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ദ സം ഈസ് ഈക്വൽ ടു 9 × x + 8 ആണ്. ഓക്കെ, ഇവിടെ x എന്താടാ? 12 ആണ്. ഓക്കെ, അതായത് എന്തായിരിക്കും വരിക? 9 × 12 + 8 ആണ്. അതായത് എന്താണ്? 9 × 12 + 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ് അല്ലേ? 20, അതായത് 180 ആയിരിക്കും വരിക. സിമ്പിൾ അല്ലേ? നിങ്ങൾ എത്ര കൂട്ടണം? ഇത് ഒറ്റ ഇക്വേഷനിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇതിനെങ്ങനെയായിരിക്കും ഇനി ബീജഗണിത രൂപത്തിൽ എഴുതാ? 9 നമ്പേഴ്സ് ഉള്ളതാണ് അല്ലേ? ദെൻ ഇവൻ എക്സ് ആണ്. ദെൻ ഇവൻ ആരായിരിക്കും? എക്സിനോട് 7 കൂട്ടുന്നതാണ് x + 7. ഇതിന്റെ താഴെ ആരായിരിക്കും? x + 7നോട് 7 കൂട്ടുന്നത്. അതെന്തായിരിക്കും? x + 7 + 7, അതായത് x + 14. ഇനി നമ്മൾ റൈറ്റിലോട്ടോ x + 1, x + 2, ദെൻ x + 8,
എക്സ് പ്ലസ് 9, എക്സ് പ്ലസ് 14 കഴിഞ്ഞാൽ എക്സ് പ്ലസ് 15, ദെൻ എക്സ് പ്ലസ് 16. ഓക്കെ, ദെൻ നിങ്ങൾ എക്സ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എത്രയാന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ നമ്പേഴ്സും കാണാൻ പറ്റില്ലേ? നമുക്ക് ഇവിടെ എക്സ് എത്രയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ നോക്കാം അല്ലേ? അതിനു മുന്നേ ഇത് പഠിക്കാൻ മറക്കരുത്. ഇത് ഏതൊക്കെയാണ് ഇക്വേഷന്? ഇവരെ രണ്ടാളും സമ്മ് 4 നമ്പേഴ്സുള്ള സ്ക്വയറിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. 9 നമ്പേഴ്സുള്ള സ്ക്വയറിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താടാ? ഇതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നോക്കിയേടാ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. ഒരു കലണ്ടറിൽ 4 സംഖ്യകളെ ചേർത്ത് ഒരു സമചതുരം അടയാളപ്പെടുത്തിയിരിക്കുന്നു. 2, 3, 9, 10. ഓക്കെ, റൈറ്റ് ദ സം ഓഫ് ദോസ് 4 നമ്പേഴ്സ്. ഈ 4 സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് 4 സംഖ്യകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ആണ് അല്ലേ? ഇവിടെ ആരാടാ എക്സ്? ഈ സ്ക്വയറിന്റെ ആദ്യത്തെ നമ്പർ ആണ്. ആരാണത്? 2 ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 പ്ലസ് 4 ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 4 പ്ലസ് 2 6 ആണ്. 6, 4 എന്താണ്? 24 ആണ്. ഓക്കെ, ഇത് 24 കിട്ടുന്നില്ലേ? 19, 21, 24. യെസ്, നമുക്ക് ഇത് കൂട്ടിയാലും ഇങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇത് വെറുതെ കൂട്ടി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. Another 4 numbers are marked like this and their sum is 44. Which are the numbers? കലണ്ടറിലെ 4 സംഖ്യകളെ ചേർത്ത് ഒരു സമചതുരം അടയാളപ്പെടുത്തിയപ്പോൾ സംഖ്യകളുടെ തുക 44 എന്ന് കിട്ടി. എന്നാൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് തുക തന്നിട്ടുണ്ട്, സം എത്രയാന്ന് തന്നിട്ടുണ്ട്. അതായത് 4 നമ്പേഴ്സിന്റെ സമ്മ് എന്താന്നാ തന്നത്? 44 ആണ് എന്നാ തന്നത്. അതായത് 4 നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ആണ്. 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ചെയ്ത് കഴിഞ്ഞാൽ 44 കിട്ടുന്ന നമുക്ക് പറഞ്ഞത്. ഓക്കെ, 4 ഇൻറ്റു എക്സ് പ്ലസ് 4 ചെയ്ത് കഴിഞ്ഞാൽ 44 കിട്ടുന്ന പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂലേ? സിമ്പിൾ അല്ലേ എക്സ് കാണാന്? നമുക്ക് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്താണ്? 44 ആണ്. ദെൻ ഈ 4നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 4 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 4x. ദെൻ ഈ പ്ലസ് താഴോട്ട് ഇടുക. ദെൻ 4 ഇൻറ്റു 4 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 44 ആണ്. ദെൻ 4x എന്തായിരിക്കടാ? 44 മൈനസ് 16. 44 മൈനസ് 16 എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് എന്ത് വരും? 28 വരും. ദെൻ എക്സ് എന്തായിരിക്കും? 28 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 28 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 7 ആണ് അല്ലേ? ഇനി നമ്മളോട് കലണ്ടറിലുള്ള നമ്പേഴ്സ് കാണാനല്ലേ പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 നമ്പേഴ്സിനെ കലണ്ടറിൽ എങ്ങനെയാടാ എഴുതുക? 4 നമ്പേഴ്സിനെ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് 1, താഴെ എക്സ് പ്ലസ് 7, ഇപ്പുറം എക്സ് പ്ലസ് 8. ദെൻ നോക്കിയടാ, നോക്ക് എക്സ് എത്രയാന്ന് തന്നിട്ടുണ്ട്? ഇവൻ 7 ആണ്. ദെൻ അടുത്ത നമ്പർ എന്തായിരിക്കടാ? അടുത്ത നമ്പർ എന്തായിരിക്കും? എക്സിന്റെ തൊട്ടടുത്തുള്ളത് എക്സ് പ്ലസ് 1, അതായത് 8 ആയിരിക്കും. താഴെ നോക്കി എക്സ് പ്ലസ് 7, 7നോട് 7 കൂട്ടിയത് 14. ദെൻ എക്സ് പ്ലസ് 8 ദാറ്റ് ഈസ് എത്രയാ? 15. ഇതായിരിക്കും നമ്പർ. ഓക്കെ, എക്സ് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 നമ്പറും നമുക്ക് കാണാൻ കഴിയും. സിമ്പിൾ അല്ലേ കാര്യം? ദെൻ 7ഉം 8ഉം 14ഉം 15ഉം കൂട്ടിയൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടും? 44 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ. A square of 9 numbers is marked in a calendar. The sum of all those numbers is 90. What are the numbers? കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. ഇതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 60 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? 9 നമ്പേഴ്സ് ഉള്ള സ്ക്വയർ അടയാളപ്പെടുത്തിയാൽ അതിന്റെ സമ്മ് 90 ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? 9 നമ്പേഴ്സുള്ള സമ്മ് കാണാൻ എങ്ങനെയാണ് ചെയ്യുക? 9 ഇൻറ്റു എക്സ് പ്ലസ് 8. ഇതെന്താന്നാ പറഞ്ഞത്? 90 ആണ് എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ആദ്യം 9 നമ്പേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? 90 ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. എക്സ് എന്തായിരിക്കടാ? 10 മൈനസ് 8 ആയിരിക്കും, അതായത് 2 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യാ? നമ്മൾ ജസ്റ്റ് അതൊന്ന് വരച്ചു നോക്കാം അല്ലേ? 9 നമ്പേഴ്സ് ഉള്ള കലണ്ടറിലെ സ്ക്വയർ എങ്ങനെയാ വരയ്ക്കടാ? ആദ്യത്തെ ആള് എന്ന് പറയുന്നത് എക്സ് ആണ്. അടുത്ത ആൾ എന്തായിരിക്കും? താഴോട്ട് എക്സ് പ്ലസ് 7, അതിന്റെ താഴെ എക്സ് പ്ലസ് 14. ദെൻ ഇവിടെ എന്തായിരിക്കും? എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 7 കഴിഞ്ഞാൽ എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 9. ഇനി എക്സ് പ്ലസ് 14 കഴിഞ്ഞാൽ എക്സ് പ്ലസ് 15, ദെൻ എക്സ് പ്ലസ് 16.
ഓക്കെ ദെൻ നോക്കിയടാ എക്സ് 2 ആണ് എന്നാ പറഞ്ഞത്. ഇവൻ ആരാണ്? 2 ആണ്. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് ആരാണ്? 2, 3, 4 മുകളില്. അടുത്തത് 2നോട് 7 കൂട്ടിയത്. 2നോട് 7 കൂട്ടിയാൽ എത്രയാണ്? 7, 8, 9. 9, 10, 11. ഇനി അടുത്ത നമ്പർ എക്സ് പ്ലസ് 14. 2 ആണ് 14 കൂട്ടിയാൽ എത്രയാടാ? എക്സ് പ്ലസ് 14 അതായത് 16, 17, 18. അപ്പൊ നമ്മളുടെ 9 നമ്പേഴ്സ് ആരാണ്? ഇവരാണ് നമ്മളുടെ 9 നമ്പേഴ്സ്. ഇതിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടൂടാ? 90 കിട്ടും. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കലണ്ടർ പ്രോബ്ലം എങ്ങനെ വന്ന് ചോദിച്ചാലും തല കുത്തി മറിഞ്ഞ് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അതിന്റെ കൂടെ തന്നെ ഇത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണ്ടേ? ദെൻ ഒരുപാട് ലൈവുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതൊക്കെ മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അതിന്റെ ലിങ്ക് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.